അപ്പോൾ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്ത ഓപ്പറേഷൻ ഡി ഹണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപക പരിശോധന. 2854 പേർ അറസ്റ്റിൽ. നമ്മുടെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ലഹരി മാഫിയയുടെ കടന്നുകയറ്റം വളരെയധികമായി കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ ലഹരിയുടെ അങ്ങേ അറ്റത്ത് ഓടിച്ചാടി കളിച്ച് നടക്കുകയാണ്. ഇവൻ്റെയൊക്കെ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ മാങ്ങ പറിച്ചും സൈക്കിൾ ചവിട്ടിയും നടന്നിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെയൊക്കെ പ്രായത്തിൽ. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം MDMA ആണ് എല്ലായിടത്തും. MDMA ഇപ്പം വേണം. MDMA ഇല്ലെങ്കിൽ പറ്റത്തില്ല കൊച്ചു ഫുണ്ടകൾക്ക്. അപ്പം കുറേ പേര് അറസ്റ്റ് ചെയ്തു. 2754 പേരെ 1-2 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തു. എന്ത് കാര്യത്തിന്? നാളെ കഴിഞ്ഞ് ഇവന്മാരെല്ലാം പുറത്തിറങ്ങും. ഇതൊക്കെ സർവ്വസാധാരണമാണിപ്പോൾ. ലഹരി MDMA പിടിക്കുന്നു, കഞ്ചാവ് പിടിക്കുന്നു. പിടിച്ചവന്മാരെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങും. പിന്നെയും ഇതൊക്കെ തന്നെ ചെയ്യും. വെറുതെ കുറേ പാഴ് ചെലവുകൾ. ഒന്നും പറഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം നമ്മൾ 2K കുട്ടികളെ മാത്രം ഇതിനകത്ത് പറയുന്നില്ല. വലിയ ആളുകൾ കൊണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമില്ല. വലിയ ആളുകൾ വഴിയാണ് ഈ 2K ഫണ്ടുകൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ 2K ഫണ്ടുകളുടെ കടന്നുകയറ്റം വളരെ അധികമാണ്. സ്കൂൾ കുട്ടികൾക്ക് ചോക്ലേറ്റിലും ഒക്കെ ശീതളപാനീയത്തിലുമെല്ലാം MDMA യൂസ് ചെയ്ത് സഹപാഠികൾക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഒരുപാട് MDMA കേസ് ഇപ്പോൾ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്, പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഇത് മുന്നോട്ടിനിയും പോകത്തേ ഉള്ളൂ. ഒരിക്കലും പുറകോട്ട് ഈ സാധനം വരത്തില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. 2 ദിവസം പത്രത്തിൽ ഫോട്ടോ വരും. അവൻ Instagram ID ഉള്ളവനാണെങ്കിൽ അവനെ കുറേ പേര് ഫോളോ ചെയ്യും. അവന് കുറച്ച് ഫാൻസ് കിട്ടും. അങ്ങനെ പോകും. എന്തിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിക്കി തഗ് എന്ന് വിളിക്കുന്ന, കേരള ജനക്കൂട്ടം എന്ന് വിളിക്കുന്ന വിക്കി തഗ് MDMA കേസിൽ അറസ്റ്റായതാണ്. എന്നിട്ട് ഇവന് ഫോളോവേഴ്സില്ലേ, സപ്പോർട്ടില്ലേ. ഇപ്പോഴും കേരള ജനക്കൂട്ടം എന്ന് പറഞ്ഞ് സ്വയം പൊങ്ങിച്ചാടിക്കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. അവൻ പറയുന്നുണ്ട് ഞാൻ MDMA ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. എന്നിട്ടും അവന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരെയൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അതിന് മാറാൻ പോകത്തില്ല. ഇതിന് ചെയ്യേണ്ട ഒരേ ഒരു പ്രതിവിധി, ഇവനെയൊക്കെ കൈയും കാലും കെട്ടിയിട്ട് അടിക്കുക. നല്ല അടി, ചിരട്ടയുടെ 2 മുട്ടും അങ്ങ് അടിച്ചു പിടിക്കുക. ആണോ പെണ്ണോ വ്യത്യാസത്തിലും കൂടി ചുടിച്ചാൽ കുറച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സർക്കാർ ലഹരിക്കെതിരെ, അതായത് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA, കഞ്ചാവ്, പാൻപരാഗ്, ഹാൻസ് ഇത് മാത്രമല്ല, മദ്യവും ഒരു ലഹരിയാണ്. ഇതിനൊക്കെതിരെ ഇവർ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഇവരത് ചെയ്യത്തില്ല. കാരണം വരുമാന മാർഗമാണ്. സോ അതിങ്ങനെ ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ ലഹരി കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും. ഒഴുക്കെന്ന് വെച്ചാൽ അതികഠിനമായിട്ടുള്ള ഒഴുക്കായിരിക്കും ഇനിയും കേരളത്തിൽ. ഇനിയും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ ഇനി അതിൽ താഴോട്ട് പോകും. അതിൽ താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, അതിലും താഴോട്ട് ഇനി പോകും. കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നു, നശിക്കും. ഇതേ ഉള്ളൂ.